ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 2024 ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷയോടെ നോക്കി കാണുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വേണോ എന്നുള്ള ചോദ്യത്തിന് ഭൂരിഭാഗം ആളുകളും വേണം എന്ന് തന്നെയായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം. പക്ഷേ ശരിക്കുമുള്ള ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിലിൽ നിന്നും ടൈറ്റിലിൽ നിന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് 2024 ബുൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് തരാനായിട്ട് സാധ്യതയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ജെം എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ യാതൊരു തരത്തിലുള്ള അനാലിസിസുകളോ യാതൊരു തരത്തിലുള്ള റിസർച്ചോ ചെയ്യാതെ ഈ പറയുന്ന പ്രൊജക്റ്റുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ചും നടത്തുക. അതിനുശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റീസെൻ്റ് ആയിട്ട് മാസീവ് ആയിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് നടത്തിയിട്ടുള്ള ജീറ്റോ ആണ് നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത്. സോൾ ടോക്കണിന് വേണ്ടിയിട്ട് ലിക്വിഡ് സ്റ്റേക്കിംഗ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ ജീറ്റോ എന്ന് പറയുന്നത്. ജീറ്റോയുടെ ഗ്രോത്ത് ആൻഡ് അഡോപ്ഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സോൾ ടോക്കൺ സ്റ്റേക്ക് ടു ജീറ്റോയുടെ ഗ്രാഫാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രോത്ത് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് എല്ലാ സൊളാന ഡാപ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ് അവരുടെ TVL എന്ന് പറയുന്നത്, ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് എന്ന് പറയുന്നത്. മാത്രമല്ല യൂസേഴ്സിന് സ്റ്റേക്കിങ്ങിലൂടെയും MEV റിവാർഡ്സ് ആയിട്ടും ഒക്കെ കൂടുതൽ ഏൺ ചെയ്യാനും ജീറ്റോയിൽ സാധിക്കുന്നുണ്ട്. സോ ഒരു ലിക്വിഡ് സ്റ്റേക്കിംഗ് പ്രൊജക്റ്റ് ആയതുകൊണ്ടും ഇത്രയേറെ ഗ്രോത്ത് ആൻഡ് അഡോപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് കൊണ്ടും അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ജീറ്റോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജീറ്റോന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഒരു $2.67 ആണ് ജീറ്റോന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിവിടെ ലൈൻ ചാർട്ടിൽ കാണാൻ പറ്റും ഒരു $4.18 ജീറ്റോന്റെ പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു $4.18 ജീറ്റോന്റെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ആ ഒരു ബെയർ മാർക്കറ്റ് സംഭവിച്ചു. ദെൻ പ്രൈസ് ഇപ്പോൾ പതുക്കെ കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു $2.67 ആണ് ജീറ്റോന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജീറ്റോന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഒരു ഗംഭീര റെസിസ്റ്റൻസ് ലെവൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു $2.6 മുതൽ $2.9 വരെ വളരെ വലിയ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഒരുപാട് തവണ പ്രൈസ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്കിവിടെ ജീറ്റോയിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു $4 ജീറ്റോന്റെ പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും അത്യാവശ്യം റിട്ടേൺസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഈ ഒരു ഓൾട്ട് സീസണിൽ നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു ടോക്കണാണ് ജീറ്റോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുക. അതിനുശേഷം മാത്രം ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. പ്രൈസ് ഫീഡ് ഒറാക്കിൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊളാന ഇക്കോസിസ്റ്റത്തിലെ ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള പിത്ത് നെറ്റ്വർക്ക് ആണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഡാപ്സിനും മറ്റ് പ്രോട്ടോകോൾസിനും എല്ലാം തന്നെ അസറ്റുകളുടെ ലേറ്റസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈസ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പണിയാണ് ഈ പിത്ത് നെറ്റ്വർക്ക് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ സർവീസിൽ മാത്രം അവർ മുഴുവനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റ് പല പ്രൊജക്റ്റുകളേക്കാളും ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പിത്ത് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ ഈ പിത്ത് നെറ്റ്വർക്ക് ഒരു മൾട്ടി ചെയിൻ ആണെന്ന് കാണാനായിട്ട് പറ്റും. അതായത് സൊളാന ഇക്കോസിസ്റ്റത്തിലാണെങ്കിൽ പോലും മറ്റ് പല ബ്ലോക്ക് ചെയിനുകളിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം ടെറിട്ടറിയിലെ ഒരു വമ്പനാണ് ഈ പിത്ത് നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ ഒരു പ്രൈസ് ഫീഡ് ഒറാക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏറ്റവും വമ്പനായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു പിത്ത് നെറ്റ്വർക്ക് എന്ന് നോക്കുകയാണെങ്കിൽ പറയാനായിട്ട് പറ്റും. അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ചെയിൻ ലിങ്ക് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഡോമിനേറ്റ് ചെയ്യുമ്പോൾ സൊളാന ഇക്കോസിസ്റ്റത്തിൽ പിത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ സൊളാന ഇക്കോസിസ്റ്റത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ് പിത്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പ്രൈസ് ഫീഡ് ഒറാക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പിത്ത് നെറ്റ്വർക്കിന് മെയിൻ ആയിട്ടുള്ള എതിരാളികളായിട്ട് വരുന്നത് ബാൻഡ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ സുപ്ര എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഒക്കെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ച് നടത്താവുന്നതാണ്. പിത്ത് നെറ്റ്വർക്കിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഒരു $0.66 ആണ്. ആൻഡ് അതിന്റെ ലൈൻ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 0.7 എന്ന് പറയുന്ന ഒരു പുതിയ ഓൾ ടൈം ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ചെറുതായിട്ട് പ്രൈസ് ഒന്ന് ഇറങ്ങി വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ചാർട്ടിൽ പോയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിത്ത് നെറ്റ്വർക്കിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ബുൾ മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ഒരു ബുൾ റണ്ണിലാണ് പിത്ത് നെറ്റ്വർക്ക് ഓൾറെഡി നിൽക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അതായത് കൃത്യമായിട്ടുള്ള അപ് ട്രെൻഡ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ആൻഡ് ഇവിടെ ഒരു പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ഇവിടെ ഒരു
ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു റാലി തന്നെ ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഇപ്പോൾ നെറ്റ്വർക്കിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കണക്ക് നടത്തുക. അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. $700 മില്യൺ ഒരു മാസീവ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ജൂപ്പിറ്റർ ആണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ ഒരു അഗ്രിഗേറ്റർ ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൊളാന എക്കോസിസ്റ്റത്തിലുള്ള മറ്റ് ഡെക്സുകളെല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത്. മറ്റ് ഡെക്സുകളിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ, മറ്റ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ജൂപ്പിറ്റർ എക്സ്ചേഞ്ചിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ലിക്വിഡിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റ് ഡെക്സുകളിലെ ബെസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മുടെ ഓർഡറുകൾ പ്ലേസ് ആവുന്നത്. ഇത് ജൂപ്പിറ്റർ എക്സ്ചേഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിലെ കഥയാണ്. ഇന്ന് ജൂപ്പിറ്റർ എക്സ്ചേഞ്ചിൽ ഒരുപാട് ഓർഡേഴ്സ് അവൈലബിൾ ആണ്. ഈ സൊളാന എക്കോസിസ്റ്റത്തിലെ മറ്റുള്ള ഡെക്സുകളെല്ലാം തന്നെ കണക്ട് ചെയ്യുന്ന ഒരു ബാക്ക് എൻഡ് സർവീസ് ആണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ 80% ഓർഗാനിക് വോളിയവും സൊളാനയിലെ വോളിയത്തിന്റെ 65% ജൂപ്പിറ്ററിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. സോ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്ട് തന്നെയാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $0.61 ആണ് ജൂപ്പിറ്ററിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഒരു ലൈൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 0.72 ഒക്കെയാണ് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ആയിട്ട് വരുന്നത്. 0.61 പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, കാര്യമായിട്ടുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നും തന്നെ ജൂപ്പിറ്റർ ടോക്കണിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് അതിൻ്റെ ഒരു ചാർട്ടിലേക്ക് പോകാം. ആൻഡ് ജൂപ്പിറ്ററിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ്, അതായത് ലിസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹൈ ലെവലിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 0.64 മുതൽ 0.68 വരെയുള്ള ഈ ഒരു ലെവൽ ജൂപ്പിറ്റർ ടോക്കണിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. സോ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിലാണ് നമുക്ക് ഇതിലൊരു ബുള്ളിഷ് റൺ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. ആൻഡ് ഓൾറെഡി ഇവിടെ ചെറിയ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളോളം ഈ ഒരു ലെവലിൽ പ്രൈസ് ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അത് അത്യാവശ്യം നല്ല രീതിയിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഹൈ മൊമെൻറ്റം ക്യാൻഡിലോട് കൂടിയിരുന്നതോടെ ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് നമുക്ക് അതിനുള്ളൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. സോ ആ റെസിസ്റ്റൻസ് ലെവലിലൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ഗംഭീരമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് ജൂപ്പിറ്റർ ടോക്കണിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുക. അതിനുശേഷം മാത്രം ഇത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. സൊളാന എക്കോസിസ്റ്റത്തിലെ മുഴുവൻ ടെക്സുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും കിടിലൻ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഓർക്കയാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് ഒരു $18 മില്യൺ ഫണ്ടിങ് VCs വഴി റേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊജക്റ്റാണ് ഈ ഓർക്ക എന്ന് പറയുന്നത്. കഴിഞ്ഞ ബെയർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പണിയെടുത്ത് ഇപ്പോൾ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ് ഈ ഓർക്ക എന്ന് പറയുന്നത്. സൊളാനയിൽ ട്രേഡ് ചെയ്യുന്ന ഡെക്സുകളിലെ വോളിയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 50% ഓർക്കയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ ലിക്വിഡ് സ്റ്റേക്കിംഗ് ആപ്പുകളിലെ ഏറ്റവും ഹൈയസ്റ്റ് TVLകളിൽ ഒന്നാണ് ഓർക്ക എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ് ഓർക്ക എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഈ ഡെക്സുകളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു അഗ്രിഗേറ്റർ ആണ് ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു. സോ ഇതിലേക്ക് കൂടുതൽ ഈ ജൂപ്പിറ്ററിന്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ യൂസേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ സൊളാന എക്കോസിസ്റ്റത്തിലേക്ക് വളരെ വലിയ വോളിയം കടന്നു വരുന്നത് കാണാൻ പറ്റും. അത് ഓർക്കയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ സൊളാന എക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർക്കയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. സൊളാന എക്കോസിസ്റ്റം വലുതാവുന്നതിനോടൊപ്പം തന്നെ വലുതാകാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഓർക്ക എന്ന് പറയുന്നത്. ആൻഡ് ഓർക്കയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു $4.88 ആണ് ഓർക്കയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ലൈൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു $18 ഒരു ഓൾ ടൈം ഹൈ 2021 ഒരു $18 ഓർക്ക പോയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഗംഭീരമായിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റ് ആയിരുന്നു. ആൻഡ് ഒരു ലോങ് പീരീഡ് ഓഫ് കൺസോൾട്ടേഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവിടെ നിന്നാണ് പതുക്കെ ഓർക്ക കയറി വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ചാർട്ടിൽ പോയിട്ട് നോക്കാം. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓർക്കയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് നമുക്കിവിടെ കൃത്യമായിട്ടൊരു ലോങ് ട്രെൻഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കൂടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഇവിടെ ഓർക്കയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മളൊട്ടും തന്നെ ലേറ്റ് അല്ല ഓർക്കയിൽ ഒരു എൻട്രി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓർക്കയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നമ്മളൊരിക്കലും ലേറ്റ് അല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു അനാലിസിസ് നടത്തുക. അതിനുശേഷം മാത്രം നിങ്ങളൊരു എൻട്രി എടുത്താൽ മതി. അതിനുശേഷം മാത്രം നിങ്ങൾ
തീരുമാനിക്കേണ്ടത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് തീരുമാനിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞതൊന്നും തന്നെ ഒരു തരത്തിലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. അങ്ങനെ ആരും തന്നെ എടുക്കാനും പാടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 4 ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ 4 പ്രൊജക്റ്റുകളും സൊളാന ഇക്കോസിസ്റ്റത്തിൽ വരുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ പല കാറ്റഗറീസിൽ നിന്നും കിടിലൻ പ്രൊജക്റ്റുകളെ പിക്ക് ചെയ്തുകൊണ്ട് അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊജക്റ്റിൻ്റെ വീഡിയോസാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.